ഞാൻ ഒരു കഥ പറയാം. ഒരു ചെറുപ്പക്കാരൻ അവരൊരു 1.5 വർഷത്തോളം അവൻ്റെ ജോലിയൊക്കെ രാജിവെച്ചിട്ട് സിനിമ എന്ന് പറഞ്ഞാൽ അവർ ഒറ്റൊരു മൈൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവന് ഓഡീഷൻസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ, സ്ട്രെസ്സ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് പഴയൊരു ഓഡീഷൻ അവന് വിളിക്കുന്നത്, ഒരു സിനിമയിലേക്ക് നായകനായിട്ട്. നിങ്ങൾ ആലോചിക്കണം, നായകനായിട്ട് ഡയറക്റ്റ് വിളിക്കുന്നു. അങ്ങനെ അവനവിടെ ചെല്ലുന്നു. ഡയറക്ടർ പുതിയ ആളാണ്, പ്രൊഡക്ഷൻ പുതിയ ടീമാണ്, ഹീറോയിൻ പുതിയ ആളാണ്, എല്ലാം പുതിയ ആൾക്കാർ. എന്നിരുന്നാലും അവരവരുടെ ഒരു ഡ്രീമിൻ്റെ ഭാഗമായിട്ട് അവരുടെ മൊത്തം എഫേർട്ടും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇട്ടു. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും അവരുടെ ഷൂട്ടിംഗ് പക്കയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബജറ്റ് അവർ ഉദ്ദേശിച്ചിട്ട് നിൽക്കുന്നില്ല, അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ലൊക്കേഷൻസ് തൊടുപുഴ, വാഗമൺ, കൊച്ചി, കോയമ്പത്തൂർ, ചെന്നൈ, ഇതുപോലെ വലിയ വലിയ ലൊക്കേഷൻസ് അവർ കറക്റ്റായിട്ട് പോയി ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് പോരാനിട്ട് ഹോസ്പിറ്റൽ, കോളേജിന് കോളേജ്, പിന്നെ റെയിൻ യൂണിറ്റ് അവർ കറക്റ്റായിട്ട് റെയിൻ യൂണിറ്റ് കൊണ്ടുവരുന്നത്. അങ്ങനെ അത്യാവശ്യം സെറ്റപ്പിൽ വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. കുടുംബങ്ങളാണെന്ന് ഓർക്കണം. ഇതിന് കൂടുതൽ ചില കല്യാൺ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതിൽ 50 മുതൽ 100 വരെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്നെന്നാണ് അവർ പറയുന്നത്. ഇത്രയും സ്ട്രഗിൾസ് ഒക്കെ അവരെ ഏറ്റെടുത്ത് പക്കയായിട്ട് ആ പടം ചെയ്തു തീർത്തു. പടത്തിൻ്റെ ടീസർ ഓൺലൈനിൽ ഇറങ്ങി 1 മില്യന് മേലെ ആൾക്കാർ കാണുകയും ചെയ്തു. പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, സിനിമയുടെ പേര് ഉയരിൻ ഉയരൻ. ഒരു പുതുമുഖങ്ങൾ ചെയ്തൊരു സിനിമ എന്നുള്ള ലെവലിൽ കാണുന്ന സമയത്ത് ടീസർ കാണുമ്പോൾ കൊള്ളാം, നൈസ് ടീസർ, അത്യാവശ്യം നല്ല കട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർ ഫേസ് ചെയ്ത പ്രധാന പ്രശ്നം അതല്ല. ഈ സിനിമ എടുത്ത് വെച്ചിട്ട് ഇതിനെ റിലീസ് ചെയ്യണ്ടേ. ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നു, അവർ പറയുന്നത് 40 ലക്ഷം മുതൽ 1 കോടി വരെയൊക്കെയാണ്. അത് മാത്രമല്ല, ചില യൂട്യൂബ് ചാനലിൽ എടുത്ത് പോകുന്നു, അവർ പ്രൊമോഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഫെയിം ഇല്ല, നിങ്ങൾ പുതുമുഖങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഒഴിവാക്കുന്നു. അങ്ങനെ ഒരുപാട് ചലഞ്ചസ് അവർ ഫേസ് ചെയ്യുന്നു. അവസാനം അവർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പടം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നു. വെബ്സൈറ്റിൻ്റെ പേരിങ്ങനെയാണ് ടിക്സ്പീക്ക്. അത് മാത്രമല്ല, അവർ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ബോട്ടും കൂടെ ഡിസൈൻ ചെയ്തു. പടത്തിൽ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് യദു കൃഷ്ണ, അമൃത വിജി ഇവരാണ്. അതേപോലെ തന്നെ പടം എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് അശ്വൻ മാത്യു എന്ന് പറഞ്ഞ പുതുമുഖ സംവിധായകനാണ്. ഇന്നത്തെ കാലത്ത് കഷ്ടപ്പെട്ട് കയറി വരുന്ന കഴിവുള്ള പിള്ളേർക്ക് ഒരു ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. കാരണം എല്ലാവർക്കും ഈ കോമാളിത്തരം കാണിക്കുന്നവരെ മാത്രം മതി. അപ്പോൾ അവർ നല്ല കഴിവുള്ള പിള്ളേരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എന്നാൽ പോടാ. പിന്നെ വേറൊരു കാര്യം, ഈ വരുന്ന 4-ാം തീയതി പടം റിലീസാണ്. ഓക്കെ, എല്ലാവരും പോയി വെബ്സൈറ്റിൽ കയറി കാണണം. ബൈ.